ഓഹരി വിപണിയിൽ വലിയ കുംഭകോണം നടന്നുവെന്ന ആരോപണമാണ് അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നിക്ഷേപം വയ്ക്കണം, അല്ലെങ്കിൽ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കും വലിയ ഉണർവുണ്ടാകും, വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് നിക്ഷേപകരോട് ഉപദേശിക്കുന്നു പ്രധാനമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അതിനുശേഷം സംഭവിച്ചത് പിന്നാലെ വന്ന എക്സിറ്റ് പോളുകൾക്ക് ശേഷം വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. തൊട്ട് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തകിടം മറിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വലിയ നഷ്ടം നിക്ഷേപകർക്കുണ്ടാകുന്നു. ഏതായാലും ഇടത്തരം അല്ലെങ്കിൽ സാധാരണ നിക്ഷേപകരെ ദോഷകരമായി ബാധിച്ച ആ നിക്ഷേപം അതൊരു തട്ടിപ്പായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം അതൊരു തട്ടിപ്പാണ്, കുംഭകോണം എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസും ആരോപിക്കുന്നത്. ഒരു JPC അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് ക്രിസ്റ്റിന ചെറിയാൻ ചേരുന്നു. ക്രിസ്റ്റിന, കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചരിത്രത്തിലില്ലാത്തവണ്ണം ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ. അതിന് പിന്നാലെ കൂപ്പുകുത്തി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിൽ നിന്ന് ചെറിയ കരകയറ്റം മാത്രമാണ് ഇന്നലെ സംഭവിക്കുന്നത്. ഇതിനു മുമ്പൊന്നും ഇത്തരത്തിൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടൊന്നും ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരിക്കുമ്പോൾ വലിയ നഷ്ടവും വിപണിയിൽ ഉണ്ടായല്ലോ. അതെ, ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് വലിയൊരു കുംഭകോണം, അതായത് തെരഞ്ഞെടുപ്പും ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയൊരു കുംഭകോണം നടന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. 3 ചോദ്യങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ജനങ്ങളോട് സ്റ്റോക്ക് വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടു? 2, എന്തുകൊണ്ട് ഒരേ TV ചാനലിന് തന്നെ ഇരുവരും അഭിമുഖം കൊടുത്തു? ആരാണ് അതിന്റെ പിന്നിൽ? NDTVക്കാണ് ഈ അഭിമുഖങ്ങൾ രണ്ടുപേരും നൽകിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? 3ാമത്തെ ചോദ്യം, ജനങ്ങളോട് ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ നൽകാൻ എങ്ങനെ രാജ്യത്തിന്റെ ഇത്രയും ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സാധിച്ചു? ഇതിനൊരു പശ്ചാത്തലമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഒരു പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പിന് 4ാം ഘട്ടം നടക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ NDTVക്ക് അഭിമുഖം നൽകുന്നത്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റോക്കുകളെ കുറിച്ചോ ഓഹരി വിപണികളെ കുറിച്ചോ അതിന്റെ മുന്നേറ്റത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല, കാര്യത്തിൽ എനിക്കൊരു വിജ്ഞാനവുമില്ല. പക്ഷെ വിദഗ്ധരെല്ലാം പറയുന്നത് സുസ്ഥിരമായ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ വിപണിയിൽ വലിയൊരു റാലി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 400 പാർ 400-ലേറെ സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരുന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മടിച്ചു നിൽക്കേണ്ട, സ്റ്റോക്കുകൾ വാങ്ങൂ എന്നൊരു ഉപദേശ രൂപേണയാണ് അമിത്ഷാ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേ സ്വഭാവത്തിൽ വരുന്നു. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം വരുമ്പോൾ ഓഹരി വിപണികളിൽ വലിയ റാലി ആയിരിക്കും, വലിയ റെക്കോർഡായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓഹരികൾ വാങ്ങണം. കഴിഞ്ഞ 10 വർഷം വിപണികൾക്ക് അനുകൂലമായ പോളിസികൾ എടുക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ വിപണികൾ വലിയ മുന്നേറ്റത്തിലാണ്. 25,000-ൽ നിന്ന് 75,000 എന്ന നിലയിലെത്തി. ഈ അവസരം ജനങ്ങൾ ഉപയോഗിക്കണം എന്ന് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുകയുണ്ടായി. ഈ 2 അഭിമുഖങ്ങളെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ഒരു ഓഹരി കുംഭകോണമായി ആരോപണം നടത്തിയിരിക്കുന്നത്. ഈ ഓഹരി കുംഭകോണത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. ഗോകുൽ, ശരി, ഓഹരി നിക്ഷേപത്തിനുള്ള ഉപദേശം, ഒപ്പം തന്നെ എക്സിറ്റ് പോളുകൾ, ഇതെല്ലാം ഒരു വലിയ കുംഭകോണത്തിന്റെ ഭാഗം എന്നതാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ആരോപണം. ഏതായാലും അദാനിക്കെതിരെ വീണ്ടും ഇലക്ഷന് ശേഷവും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.